വായിക്കുന്ന 10 മിനിറ്റെങ്കിലും വായിക്കുന്ന ഒരു കുട്ടിയായി മാറുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാരൻസ് ആണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അവരിന്ന് വായിക്കില്ല, നിങ്ങൾ വാങ്ങി കൊടുത്തു കരുതി വാങ്ങിക്കുന്നില്ല. പക്ഷേ വീട്ടിൽ പുസ്തകം ഉണ്ടാകുമ്പോൾ ഒരു മൂടാണ് വരുന്നത്. ചിലർ ഇതെടുത്ത് നോക്കും, മൊബൈൽ എടുത്ത് നോക്കും. ചില സമയത്ത് തോന്നും വേണ്ട നമുക്ക് ആ ഒരു പുസ്തകം എടുക്കാം, ചിലപ്പോൾ ഒരു പുസ്തകം മതി. ഹായ്, ഹലോ, നമസ്കാരം. ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് വായിക്കാൻ കുറേ പുസ്തകങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ വായനാശീലം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് മാറി. വായനാശീലം ഇല്ലാതായിട്ടൊന്നുമില്ല. അപ്പോൾ ചില പുസ്തകങ്ങൾ നിർബന്ധിച്ച് കൊടുത്താൽ അവർക്ക് തോന്നുമ്പോൾ അവർ വായിക്കും, നിർബന്ധിച്ചാലൊന്നും വായിക്കില്ല. പുസ്തകം വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് വായിക്കാൻ ശ്രമിക്കും. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം. ഏകദേശം 15ഓളം പുസ്തകങ്ങളുണ്ട്. കണ്ടോ, ഇത്രയും പുസ്തകങ്ങളുണ്ട്. പക്ഷേ എല്ലാം എല്ലാ കുട്ടികൾക്കുള്ളതല്ല. ചെറിയ കുട്ടികൾക്കുള്ളത്, വലിയ കുട്ടികൾക്കുള്ള എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒന്ന് അമ്മുവിൻ്റെ സാഹസങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ഇത് SR ലാലിൻ്റെയാണ്. 220 രൂപ. ഇതിനകത്ത് കണ്ടോ ഇതുപോലെ ചെറിയ കഥകളാണ് വരുന്നത്. മറ്റൊന്ന് മൂഞ്ചാസൻ കഥകൾ, MR പ്രദീപിൻ്റെ. ഇത് 2ാം പതിപ്പ്, 399. ഇതിൽ കണ്ടിട്ട് കുറേ കഥകളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതല്ലോ ഇതിൻ്റെ കണ്ടൻറ്റ് കാണിച്ചത് കണ്ടോ. ഒരുപാട് ചെറിയ 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 കഥകൾ ഇതിൽ വരുന്നുണ്ട്. ചില പുസ്തകങ്ങൾ കളറായിരിക്കും, ചിലത് കളറില്ല. ഇത് 399. കുട്ടികളുടെ നിഘണ്ടു, കുഞ്ഞുണ്ണി മാഷിൻ്റെ. എന്താ ഇതിന് 280. റാപ്പൺസൽ, ഇതും 250-ൻ്റെയാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടണം. കാരണം നിങ്ങളുടെ കുട്ടിക്ക് ഇത് ഉപകാരപ്രദമാണോ എന്നറിയാം. എൻ്റെ ആത്മകഥ, സച്ചിൻ തെണ്ടുൽക്കർ. ഇത് കുട്ടികൾക്കുള്ള 2 തരമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു പുസ്തകമുണ്ട്, ആത്മകഥ. അത് വലിയവർക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ വില 320. നന്ദനാറിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം. ഓക്കെ, ഇതിന് വില വരുന്നത് 299. കഥ പറയാനൊരു മുത്തശ്ശി, സുധാമൂർത്തിയുടെ പുസ്തകമാണ്. അപ്പോൾ ഇതും ഇങ്ങനെ അതിലിടയ്ക്ക് ചിത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ പുസ്തകത്തിൽ. ഇത് കുട്ടികൾക്കൊക്കെ വായിക്കാൻ. അതുപോലെ ഇക്കിഗായി കൗമാരക്കാർക്ക്. ഇത് ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അത്യാവശ്യം കുറച്ച് വലുതായി അല്ലെങ്കിൽ നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. ചില 10ാം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ എന്തായാലും കൊടുക്കണുണ്ട്. കാരണം അവർക്ക് അവരായി തീരാനുള്ള കാരണം എന്താണെന്നറിയാം. ഹെക്ടർ ഗാർസിയുടെ വേറൊരു പുസ്തകമുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഇക്കിഗായി എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്കുണ്ട് കേട്ടോ അവിടെ. ഇതുകൊണ്ട് ഇത് വലിയവർക്കുള്ള കേട്ടോ, ചെറിയ കുട്ടികൾക്കുള്ളതല്ല. പിന്നൊരു പുസ്തകമുണ്ട് ഇക്കിഗായിയുടെ തന്നെ. ഇതാണ് ഇക്കിഗായി ആദ്യമായിട്ട് ഇറങ്ങിയത്. അതിന് ശേഷം അത് ഇക്കിഗായി ജേണിയുടെ മലയാളമാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇപ്പോൾ ഇക്കിഗായി കൗമാരക്കാർക്ക് 299. പേപ്പർ റോക്കറ്റ്, GR ഇന്ദുഗോപിൻ്റെ. ഇതിന് 250 രൂപയാണ്. ഇത് കളർ കേട്ടോ, കളർ പേജസ് ആണ്. ഇതിന് വലിയ വിലയുമില്ല, കളറിനൊക്കെ നല്ല വിലയുണ്ട്. ഇതിന് 250 ഉള്ളൂ. നിങ്ങൾക്കും ജയിക്കാം സിവിൽ സർവീസ്. ഇത് ലിപിൻ രാജിൻ്റെതാണ്. ദെൻ ഇതിന് പ്രൈസ് വരുന്നത് 260. തെനാലി രാമൻ കഥകൾ, മാലിയുടെയാണ്. ഇതിലും ചെറിയ ചെറിയ പിക്ചേഴ്സ് വരുന്നുണ്ട്. മാലിയുടെ തെനാലി രാമൻ കഥകൾ 199. അഗ്നിച്ചെറുകൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതല്ല, കുറച്ച് വലിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇതിലും കണ്ടോ, അതിന് 350. കുഞ്ഞുണ്ണിയുടെ യാത്രാ പുസ്തകം, SR ലാലിൻ്റെ. ഇതും ചെറിയ ചില പേജുകളൊക്കെ കളർ മാത്രമേ ഉള്ളൂ. ഇതിന് 325. പാത്തുമ്മയുടെ ആട്, ഇതിലും പിക്ചേഴ്സായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു പുസ്തകമാണ്. ദെൻ സുധാമൂർത്തിയുടെ മാന്ത്രിക കുടുക്കിയുടെ കഥ എന്നൊരു പുസ്തകമുണ്ട്. ഇത് അവർക്ക് യൂസ്ഫുൾ ആവും. ഇതിന് 299. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് ഞാനിന്ന് കാണിച്ചത്. വേണ്ട, ഓക്കെ, ഇത്രയും പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് മുഴുവനായിട്ട് വാങ്ങിക്കൊടുക്കുക. 2-3 ഇപ്പോൾ ഒരു 5ൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, അല്ലെങ്കിൽ 3-ലുണ്ട്, അങ്ങനെ 10-ലുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം വാങ്ങിക്കൊടുക്കാം. അല്ലാത്തവർക്ക് ഇതിന് പകുതി മതി. എല്ലാ പുസ്തകവും എല്ലാവർക്കും ഗുണം ചെയ്യുന്നതല്ല. ഞാൻ പൊതുവെ എല്ലാം അത് പരിചയപ്പെടുത്തിയത് മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. ഞാൻ ബുക്ക് ഷോപ്പിലാണ്. പിന്നെ ഈ പബ്ലിഷേഴ്സ് മാത്രമല്ല, കുറേ പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് തരം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നല്ല പുസ്തകം, ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്യുന്ന പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസാണ്. വായിച്ചാൽ അവരുടെ ഉള്ളിലേക്ക്, അതൊരു ജാറ്, ഞാൻ എപ്പോഴും ഓരോ കാര്യത്തിനും ഉദാഹരണം പറയുന്നതാണ്. ഒരു ജാറിൽ ഓരോ ദിവസം ഓരോ സ്വർണ്ണ നാണയം ഇടുമ്പോൾ ഒരു വർഷമാകുമ്പോൾ ജാറെന്നറിയും. എന്ന പോലെ ഇത്രയും പുസ്തകം കുട്ടി വായിക്കണമെന്നായിരിക്കും. ഇത് വായിച്ചു, ഇത് വായിച്ചു, ഇത് വായിച്ചു, ഇത് വായിച്ചു, ഇത് വായിച്ചു. ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത പുസ്തകത്തിലേക്ക് അവർ കിടക്കും. പക്ഷേ അവരിങ്ങനെ നിറഞ്ഞ് അറിവ് കൊണ്ട് നിറയും. അപ്പോൾ
അവരെ ആരും പറഞ്ഞ് പറ്റിക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾ വഴിതെറ്റി പോകുന്നു, അങ്ങനെ പല കാര്യങ്ങൾ പറയുമല്ലോ. പിന്നെ ഫുൾ ടൈം 24 മണിക്കൂർ മൊബൈലിലാണെന്ന് പറയും. കുറച്ച് നേരം പുസ്തകം ഒരു 10 മിനിറ്റ് വായിക്കണമെങ്കിൽ 10 മിനിറ്റെങ്കിലും വായിക്കുന്നൊരു കുട്ടിയായി മാറുമല്ലോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാരൻസാണ് അതിലേക്ക് കൊണ്ടുവരേണ്ടത്. അവരിന്ന് വായിക്കില്ല, നിങ്ങളിത് വാങ്ങിക്കൊടുത്തു എന്ന് കരുതിയിട്ട് വാങ്ങിക്കണമെന്നില്ല. പക്ഷേ വീട്ടിലൊരു പുസ്തകം ഉണ്ടാകുമ്പോൾ ഓരോ മൂഡാണ് ഓരോ സമയത്ത്. ചിലർ ഇതെടുത്ത് നോക്കും, മൊബൈൽ എടുത്ത് നോക്കും. ചില സമയത്ത് അവർക്ക് തോന്നും വേണ്ട, നമുക്ക് ആ ഒരു പുസ്തകം എടുത്ത് നോക്കാം. ചിലപ്പോൾ ഒരു പുസ്തകം മതി. ഒരു കഥയൊക്കെ കേട്ടില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബിലൊരു കഥ കേട്ടതാണ്. ഒരു കുട്ടി, വികൃതിയാണ്, ഭയങ്കര പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കുട്ടി, ഒരു ദിവസം ലൈബ്രറിയിൽ പോയപ്പോൾ ഒരു ബുക്ക് എടുത്തു. അത് വായിച്ച് വെക്കാൻ വന്നപ്പോൾ അത് മോഷ്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. വെക്കാൻ പോയ സമയത്ത് വീണ്ടും വേറെ ബുക്ക് ആ ലൈബ്രറിയും വെച്ചു. അങ്ങനെ കുട്ടി ഒരുപാട് വായിച്ച് വിവരങ്ങളിലേക്ക് എത്തി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറൊരു ദിവസം അതിൻ്റെ കഥ പറയാം. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. താങ്ക് യു.